നമസ്കാരം. തിരുതമീനും റോമിലെ ബന്ധങ്ങളുമായിരുന്നു കെ.വി. തോമസിനെ കോൺഗ്രസിലെ ദേശീയ നേതാവാക്കിയത്. സോണിയാഗാന്ധിക്ക് ഏറെ പ്രിയപ്പെട്ടതായിരുന്നു ഇത് രണ്ടും. ഇതിൽ തിരുതയും തോമസും തമ്മിലുള്ള ബന്ധം ഏറെ വലുതായിരുന്നു. കുമ്പളങ്ങിയിൽ നിന്നും തിരുതമീൻ സോണിയയ്ക്ക് കൊടുത്താണ് കെ.വി. തോമസ് ദേശീയ രാഷ്ട്രീയത്തിൽ നിറഞ്ഞതെന്ന് വാർത്തകളുണ്ടായിരുന്നു. എറണാകുളം സീറ്റ് തോമസിന് ചർച്ചയാകുമ്പോൾ സോഷ്യൽ മീഡിയയിലെ താരമാണ് തിരുതമീനും റോമിലെ ബന്ധങ്ങളും. ചില രാഷ്ട്രീയ നേതാക്കളുടെ പ്രിയപ്പെട്ട വിഭവമായാണ് തിരുത. കൊച്ചിയിലും പരിസര പ്രദേശങ്ങളിലും സമൃദ്ധമായി കണ്ടുവരുന്ന തിരുത ഓരുജലത്തിൽ വളർത്താൻ ഏറെ അനുയോജ്യമായ മത്സ്യമാണ്. വേഗത്തിലുള്ള വളർച്ച, മറ്റു മത്സ്യങ്ങളുമായി പൊരുത്തപ്പെട്ടു പോകാനുള്ള കഴിവ്, മാംസത്തിന്റെ രുചി, ഉയർന്ന കമ്പോള വില എന്നിവയാണ് തിരുതയുടെ പ്രശസ്തിക്കു കാരണം. ഈ പ്രശസ്തി തോമസിനും ഗുണകരമായി എന്നാണ് കോൺഗ്രസിലുള്ള പലരും വിശ്വസിക്കുന്നത്. റോമിലെ ബന്ധവും സോണിയയുമായി അടുപ്പം സ്ഥാപിക്കാൻ കരുത്തായി മാറി. കെ.വി. തോമസിന്റെ അടുത്ത ബന്ധു കന്യാസ്ത്രീയാണ്. ഇവർ റോമിലാണ് പ്രവർത്തിക്കുന്നത്. നഴ്സായ ഈ ബന്ധുവാണ് സോണിയയുടെ അമ്മയെ പരിചരിച്ചിരുന്നത്. അമ്മയെ കെ.വി. തോമസിന്റെ ബന്ധു നന്നായി പരിചരിക്കുന്നുവെന്ന അഭിപ്രായം സോണിയയ്ക്കും ഉണ്ടായിരുന്നു. ഇതും തോമസിന്റെ വളർച്ചയ്ക്ക് കാരണമായി എന്നാണ് സംസ്ഥാന കോൺഗ്രസിലെ വലിയൊരു വിഭാഗം കരുതുന്നത്. എന്നാൽ കോൺഗ്രസിലെ അധികാരം രാഹുലിലേക്ക് എത്തിയപ്പോൾ കഥ മാറി. തോമസിന്റെ പ്രസക്തിയും നഷ്ടമായി. ഓരുജല മത്സ്യമാണെങ്കിലും തിരുത ശുദ്ധജലത്തിലും നന്നായി വളരും. വലിപ്പം കൂടിയ കണ്ണുകളും കട്ടിയുള്ള കൺപോളകളും തിരുതയുടെ സവിശേഷതകളാണ്. മീനിന്റെ അടിഭാഗത്തായി കാണുന്ന കറുപ്പും നീലയും കലർന്ന വലിയൊരു അടയാളവും വാലിനറ്റത്തായുള്ള കറുത്ത അടയാളവും തിരുതയുടെ മാത്രം പ്രത്യേകതയാണ്. തിരുത മത്സ്യത്തിന് സുമാർ 90 സെന്റിമീറ്റർ നീളമുണ്ടായിരിക്കും. 7 കിലോഗ്രാം വരെ തൂക്കവും. ശരീരത്തിന്റെ പാർശ്വഭാഗങ്ങൾ അധികം പരന്നതല്ല. തല പരന്നതും മാംസളവുമാണ്. മുതുകുഭാഗത്തിന് ചാരനിറമായിരിക്കും. അതിനാലാണ് ഇവയ്ക്ക് ഗ്രേ മുള്ളറ്റ്, ഫ്ലാറ്റ് ഹെഡ് മുള്ളറ്റ് എന്നീ പേരുകൾ ലഭിച്ചത്. ഉദരഭാഗത്തിന് വെള്ളി നിറമായിരിക്കും. വലിപ്പം കൂടിയ കണ്ണുകളും കട്ടിയുള്ള കൺപോളകളും തിരുതയുടെ വലിയൊരു സവിശേഷത തന്നെയാണ്. തിരുത ജലാശയങ്ങൾക്ക് അടിത്തട്ടിലും കരയോടടുത്ത ആഴം കുറഞ്ഞ പ്രദേശങ്ങളിലുമാണ് ഇര തേടുന്നത്. കാലവർഷക്കാലത്ത് ധാരാളം ഏക്കൽ അടിഞ്ഞുകൂടുമ്പോൾ ഇവ കൂട്ടം കൂട്ടമായി നദീമുഖങ്ങളിലും കായലുകളിലും ഇരതേടാനെത്തുന്നു. തിരുത മത്സ്യം ഒരു സസ്യഭുക്കായിട്ടാണ് കണക്കാക്കപ്പെടുന്നതെങ്കിലും ഇവ ജന്തുക്കളെ ആഹാരമാക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ മീനിന് രുചിയും ഏറെയാണ്. തിരുത ഒരു ഉത്തമ വളർത്തു മത്സ്യമാണ്. വളരെ വേഗത്തിലുള്ള വളർച്ച, സസ്യാഹാര രീതി, മറ്റു മത്സ്യങ്ങളോട് പൊരുത്തപ്പെട്ട് ജീവിക്കാനുള്ള കഴിവ്, രുചിയേറിയ ദശ എന്നീ സവിശേഷതകളാണ് ഇവയെ ഒരു നല്ല വളർത്തു മത്സ്യമെന്ന നിലയിൽ മുൻനിരയിലാക്കുന്നത്. കടലോരങ്ങളിലെ ലവണജല തടാകത്തിൽ വളരുന്ന തിരുതക്കുഞ്ഞുങ്ങളെ ശുദ്ധജലവുമായി പൊരുത്തപ്പെടുത്തി ശുദ്ധജലാശയങ്ങളിലും വളർത്തുന്നുണ്ട്. ഇത് കുമ്പളങ്ങിയിൽ ഏറെയുണ്ട്. ഈ സാഹചര്യവും സോണിയയുടെ ഇഷ്ടവുമാണ് കെ.വി. തോമസിന് തുണയായത്. എപ്പോഴും തോമസിന് സോണിയയുടെ വീട്ടിലേക്ക് കയറി ചെല്ലാമായിരുന്നു. കാര്യങ്ങൾ അവതരിപ്പിക്കാമായിരുന്നു. സോണിയയുടെ അമ്മയും തോമസിന്റെ ബന്ധുവുമായുള്ള ആത്മബന്ധവും ഇതിന് കാരണമായി. എന്നാൽ രാഹുൽ ഗാന്ധിയുടെ വിശ്വസ്തനായി കെ.സി. വേണുഗോപാൽ എത്തിയതോടെ കാര്യങ്ങൾ മാറിമറിഞ്ഞു. സോണിയ പാർട്ടി കാര്യങ്ങളിൽ ഇടപെടുന്നതും അവസാനിപ്പിച്ചു. കേരളത്തിൽ ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും കെ.വി. തോമസിനെതിരായിരുന്നു. കെ.പി.സി.സി. അധ്യക്ഷനായി എത്തുന്നതും ഇതിനിടെ കെ.വി. തോമസ് ശ്രമിച്ചു. സോണിയയുടെ വിശ്വസ്തൻ എന്ന ലേബലിലായിരുന്നു ഇത്. എന്നാൽ എറണാകുളത്തെ കോൺഗ്രസുകാരിൽ കെ.വി. തോമസിന് പിന്തുണ കുറഞ്ഞു. ഇതെല്ലാം ഹൈക്കമാൻഡിന് മുന്നിലെത്തി. എറണാകുളത്ത് പി. രാജീവിനെതിരെ കെ.വി. തോമസിന് ജയിക്കാനാകില്ലെന്ന വിലയിരുത്തൽ ശരിയാണെന്ന് രാഹുലിനും മനസ്സിലായി. 2 ദിവസം മുമ്പ് കേരളത്തിലെത്തിയ രാഹുൽ ഗാന്ധിക്കും കാര്യങ്ങൾ ബോധ്യപ്പെട്ടു. ഇതോടെയാണ് കാര്യങ്ങൾ തോമസ് മാഷിന്റെ കൈവിട്ടു പോയത്.